എവരിവൺ എവർക്കും ട്രാപ്പ് ട്രേഡിംഗിലൂടെ ഒരു ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഒരു കോൾ സൈഡിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. രാവിലെ ഞാനൊരു ചെറിയൊരു എൻട്രി എടുത്തിരുന്നു. എൻ്റെ 100-110 പോയിന്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടും ഓക്കെ, ഈ ഒരു മൂവ് ഓക്കെ, ഇവിടുന്ന് ഞാൻ ഏകദേശം ഈ ഏരിയ ഷോർട്ട് ചെയ്ത് ഇത്ര 100-110 പോയിന്റ് എൻട്രി എടുത്തു. ബട്ട് സ്റ്റോപ്പ് ലോസ് 65 പോയിന്റ് ഉള്ളത് കൊണ്ട് മാത്രം 2.5 ക്യാച്ച് ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് എൻ്റെ എൻട്രി തന്നെ ഓക്കെ, ഈ ഒരു സ്പൈക്കിൽ എൻ്റെ എൻട്രിക്ക് പോസ്റ്റ് എനിക്ക് എക്സിറ്റ് ആകേണ്ടി വന്നു. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇന്നെന്റെ പ്ലാൻ ഈ ഒരു ടെലഗ്രാമിനകത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത്. നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, വീഡിയോ കണ്ടാൽ ചാനലിനകത്ത് ഗ്രൂപ്പിനകത്ത് കയറി ചെക്ക് ചെയ്യുക. ടെലിഗ്രാമിൽ നമുക്ക് മനസ്സിലാകും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൂവ് വരാൻ സാധ്യതയുണ്ട്, തിരിച്ച് ഇതേപോലെ റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസിന്റെ ബേസിൽ ഞാനിവിടെ ഒരു 25 പോയിന്റ് സ്റ്റോപ്പ് ലോസിലാണ് ഞാൻ എൻട്രി എടുത്ത ഉടനെ തന്നെ 435 എൻട്രി എടുത്തത്. നൗ ഇറ്റ്സ് 484 ആണ്. ഓക്കെ, നിയർലി 50 പോയിന്റ്സ് തന്നു കഴിഞ്ഞു. ഓക്കെ, ഞാനതിന് ഓക്കെ കോസ്റ്റ് ടു കോസ്റ്റ് ഞാൻ ഇനി റിസ്ക് എടുക്കാൻ വയ്യ. മാർക്കറ്റ് തിരിച്ച് ഇങ്ങനെ താഴ്ത്തു വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വീക്ക്നെസ് ഷോ ചെയ്താൽ മാർക്കറ്റ് താഴ്ത്തു ഞാൻ കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ആവുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് വലിയ റീസൺ ഇത്രയും ഒന്ന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി വീക്ക് ആയിട്ടുള്ള ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നിയിരുന്നു വീക്ക് ആയിട്ടുള്ള സെല്ലേഴ്സിനെ റിമൂവ് ചെയ്തതിനു ശേഷം ക്വിക്ലി മാർക്കറ്റ് താഴ്ത്തു പോകാൻ സാധ്യത. ഓക്കെ, പക്ഷേ മാർക്കറ്റ് താഴ്ത്തു പോയില്ല. ഇപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അത് മുകളിലോട്ട് 150 പോയിന്റ് 200 പോയിന്റ് താഴ്ത്തും ഇങ്ങനെ കളിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞാൻ ഈ എൻട്രിയിൽ നല്ലൊരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഓക്കെ, ഈ ഇവിടുന്ന് ഇതേപോലെ ഒരു എൻട്രി എടുത്തിട്ട് ക്ലിയർ ഓക്കെ, ഈ ടൈമിലാണ് 110 പോയിന്റ് അടുത്തോളം ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് കൺഫ്യൂസ് ആയിപ്പോയി. എനിക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. അതിന്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ എൻട്രി കോസ്റ്റ് കോസ്റ്റിൽ ഒരു 3.7 ഇയർലിയിൽ എനിക്ക് ഹിറ്റ് ആകുകയാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം പെട്ടെന്ന് ഡീക്കേ ആവും. അതുകൊണ്ട് പെട്ടെന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. ബട്ട് ഞാൻ എൻ്റെ ഒരു 1:2.5 അല്ലെങ്കിൽ 1:3 ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഇതിൽ എനിക്ക് സാധിച്ചില്ല. മാർക്കറ്റ് ഇനി ഇവിടുന്ന് തിരിച്ചിങ്ങനെ താഴത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പിന്നെ റീസൺ ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ ഇന്നത്തെ പ്ലാൻ ഓഫ് ആക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് 1 അവർ ടൈം ഫ്രെയിം ജസ്റ്റ് ചെക്ക് ചെയ്ത് പറഞ്ഞു തരാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ഈ വർഷം ആദ്യം തന്നെ ജനുവരി ഫസ്റ്റ് തൊട്ട് സെല്ലിംഗ് ആയിരുന്നു. കറക്ഷൻ നിയർലി ഒരു 4,000 മേലെ ഓക്കെ, 4,000 മേലെ ഒരു കറക്ഷൻ മാർക്കറ്റ് കഴിഞ്ഞിടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ 1 അവർ ടൈം ഫ്രെയിം ഇതിന്റെ നെക്ക് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് ചെയ്തു, പിന്നെയും മുകളിലോട്ട് പോകുന്ന പോലെ കാണിക്കുന്നു, പിന്നെയും ഈ ഏരിയയിൽ വരുന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ തന്നതിന് ശേഷം മാർക്കറ്റ് താഴത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, താഴത്ത് വരാനുള്ള സാധ്യത. അപ്പൊ അതുവരെയുള്ള ഒരു മൂവ് ചിലപ്പോൾ മേ ബി ഈ വീക്ക് സെല്ലേഴ്സിനെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മൂവ് തന്നതിന് ശേഷം വരും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ ഒരു സ്പൈക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. മെയിൻ എൻ്റെ ഒരു താഴത്തോട്ടാണ്. വരുന്ന ദിവസങ്ങളിൽ മേ ബി മാർക്കറ്റ് താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ അത് ആക്ച്വലി ഒരു ഫോമോ എന്ന് കൂടി വേണമെങ്കിൽ പറയാം. ആദ്യത്തെ മൂവ് നല്ല എന്റെ ഫേവറിൽ വന്നിട്ടും എന്താ പറയാ, എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു മൂവ് ഉണ്ടാകാം. 1:3 എബവ് ഓക്കെ, 75 പോയിന്റ്സോളം നമുക്ക് മൂവ് കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തില്. സോ ഇനി അധികം നേരം നിൽക്കുന്നില്ല. ഈ ക്യാൻഡിലിന് താഴെ എക്സിറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഓക്കെ, നമുക്ക് പോട്ടെ, ചാർട്ട് നോക്കാം. നോക്കാം, ചാർട്ട് നോക്കണാട്ടെ. ഇന്റർനെറ്റിന്റെ ഷോ കാണാം. നമ്മളൊരു ഫോമോ ഓക്കെ, ഫോമോ ട്രേഡ് ഓക്കെ, ഇന്നത്തെ ഒരു ഫോമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. എൻട്രി എടുത്തു. ഓക്കെ,
487 ഈ ഏരിയയിൽ 495 നമുക്ക് എക്സിറ്റ് ഇടാം ഓർഡേഴ്സിനകത്ത് മോഡിഫൈ ചെയ്യാം 495.1 അല്ലെങ്കിൽ അതർവൈസ് നമുക്ക് ഫോർ നോക്കാം 495 നമുക്ക് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിൽ ചെറിയ സ്പൈക്ക് തന്നെയാണ് ബിക്കോസ് നോക്കിയ മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കുന്നില്ല രീതിയിൽ മൂവ് കിട്ടിയാൽ നമ്മൾ അതിനനുസരിച്ച് സ്പൈക്കിനെ കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ പോകുന്നുണ്ട് 595 നമുക്ക് മോഡിഫൈ ചെയ്യാൻ 510.1 ആയി ഓക്കെ 525 പറിക്കാണല്ലോ ഓ ഷിറ്റ് നോക്കാം 530 ഇട്ടിട്ടുണ്ട് മറന്നു നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ട്രാപ്പ് ട്രേഡിങ്ങിന്റെ ഒരു സ്പൈക്ക് ഓക്കെ 530 540 ഓക്കെ ക്യാൻസൽ ഓർഡർ ഈ മാർക്കറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം സെഷൻസ് സെൽ സെൽ 536 ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം നിയർലി 100+ പോയിന്റിന്റെ മൂവ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഞാൻ എങ്ങനെയാണ് എൻട്രി എടുത്തതിന് ശേഷം ഇത്രയും സ്പൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാനുവലി ഇതൊന്നും വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ഒരു ട്രേഡിങ്ങിനകത്ത് ഇപ്പൊ ഇതൊരു സ്പൈക്ക് ഓക്കെ അപ്പൊ ഇതായിരിക്കും മേ ബി ഞാൻ ഹോൾഡ് ചെയ്യേണ്ട ഇനി ഹോൾഡ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഈ ഒരു മൂവ് കണ്ടില്ലേ അപ്പൊ ഈ ഒരു മൂവ് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഇന്നത്തെ തന്നെ ഓക്കെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു ഇത്രയും വന്നു ഇവിടെ ഈ ഒരൊറ്റ സ്പൈക്കിൽ 110+ പോയിന്റ് എനിക്ക് മൂവ് കിട്ടി അതിനുശേഷം ഞാനിത് ഹോൾഡ് ചെയ്ത് എന്താ സംഭവിച്ചത് താഴ്ത്തു വരുന്നു പിന്നെയും മോളിപ്പോ എന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ഓക്കെ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അപ്പൊ എന്റെ 110 പോയിന്റ് വെറുതെ ആയി ഓക്കെ വെറുതെ ആയിപ്പോയതിനു ശേഷം മാർക്കറ്റ് താഴ്ത്തു വരുന്നു ഓക്കെ ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് ഓക്കെ അപ്പൊ എനിക്ക് എന്താ സംഭവിച്ചത് ഫോമോയായി മനസ്സിങ്ങനെ സംഘടിപ്പിക്കും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ത് ചെയ്യും ഞാൻ പ്ലാൻ ചെയ്തു എന്നിട്ടും എനിക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരു ഫോമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിനകത്ത് തലച്ചോറിനകത്ത് ഇമോഷൻ ബ്രെയിൻ വർക്ക്ഔട്ട് ആവും വർക്ക് ചെയ്യാൻ ആരംഭിക്കും ഇമോഷൻ ബ്രെയിൻ എന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് അതെന്ത് ചെയ്യും നമ്മുടെ മനസ്സിനോട് പറയും എടാ ഇല്ലടാ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുക്കാം പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ മനസ്സിലാക്കാൻ പാടില്ല നമ്മൾ പല സ്ഥലത്തും വേണ്ടാത്ത എൻട്രികൾ എടുത്ത് നമ്മൾ അത് ഫോമോ കൂടി ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം നമ്മൾ അനാവശ്യം എൻട്രി എടുത്ത് ഓവർ ട്രേഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനെ വൈപ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന അതിനുശേഷം പക്ഷെ നമ്മളൊരു പ്രോപ്പർ പ്ലാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല ഞാനിപ്പം ചെയ്ത പ്രോപ്പർ പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും ഓക്കെ മാർക്കറ്റിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി വീക്ക്നെസിന്റെ സെൽ സൈഡിലെ വീക്ക്നെസ് മനസ്സിലാക്കി അതുപോലെ ഓവർ ട്രെൻഡിൽ ഉണ്ടാകുന്ന ഒരു ട്രാപ്പ് എനിക്ക് മനസ്സിലായി ഓവർ ട്രെൻഡിൽ ഉണ്ടാകുന്ന ട്രാപ്പ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു പുഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുഷിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻട്രി ഓക്കെ അപ്പൊ അതെനിക്ക് മനസ്സിലായി ഓവറോൾ ട്രെൻഡിനകത്ത് ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്ത് മുകളിൽ പോകുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തു വരാനുള്ള വളരെയധികം സാധ്യതയാണ് നമുക്ക് ഇനി ഇവിടെ നിന്നും എൻട്രി ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല ബിക്കോസ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്ന ഫേവറിൽ പോട്ടെ ഇത് ഇനി വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ സൈഡ് വേസ് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും ബിക്കോസ് മാർക്കറ്റ് ഇനി പുതിയ ടൈപ്പിൽ ഒരു സെറ്റപ്പ് കൊണ്ടുവരണം ഓക്കെ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഒരു മേ ബി ഈ ഒരു ട്രേഡ് ആയിരിക്കും അപ്പൊ ഈ ഒരു ട്രേഡ് ആയിരിക്കണം മേ ബി ഞാൻ
ഹോൾഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ സ്പൈക്ക് നല്ല രീതിയിൽ ഈ ക്യാൻഡിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇനി വിശ്രമിച്ചാൽ മാർക്കറ്റ് താഴ്ത്തു, അതായത് പ്രീമിയം നമ്മുടെ ഡിക്ക് അതിൽ കൂടുതൽ അതിലും നല്ലത് നിയർലി എത്രയാ 100 പ്ലസ് പോയിന്റ് നിങ്ങൾ ലൈവായിട്ട് കണ്ടിരുന്നു എന്താ സംഭവിച്ചെന്ന്. 100+ പോയിന്റിന്റെ പ്രീമിയം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ വൈ വൈ നമ്മൾ എന്തിന് വെയിറ്റ് ചെയ്യണം? ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നവർക്കാണ് ഇവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഇതേപോലുള്ള എക്സിറ്റുകൾ ശ്രദ്ധിക്കുക. ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ക്യാപിറ്റലുകൾ വൈപ്പ് ചെയ്യുക സാധാരണക്കാരൻ ചെയ്യുന്നത്. പ്രൊഫഷണൽ ആകും വരെ നമ്മുടെ ക്യാപിറ്റലുകൾ പലവട്ടം വൈപ്പാവും. എത്ര വട്ടം വായ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എത്ര അക്കൗണ്ട്സ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും എനിക്കറിയത്തില്ല. പലതരത്തിലാണ്. എന്റെ അക്കൗണ്ടില് സെറോദയിൽ അവന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, അപ്സ്റ്റോക്സിനകത്ത് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പയേഴ്സിനകത്ത് ഞാൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വൈഫിന്റെ പേരിൽ ട്രേഡ് ചെയ്ത് അതിനകത്തും അപ്സ്റ്റോക്സിനകത്ത് ഞാൻ ക്യാപിറ്റൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്, സെറോദയ്ക്കകത്ത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയും ഞാൻ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെറോദയ്ക്കകത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോമോ എന്ന് പറയുന്ന സാധനം ഇത്ര നാളും ചെയ്തിട്ട് നമുക്കൊന്നും ആകുന്നില്ല. സ്ലോ ആൻഡ് സ്റ്റഡി, ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്ര നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വിചാരിച്ചുണ്ടാക്കില്ല. പെട്ടെന്നായാലും സാവധാനമായാലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യും. ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് മാത്രം മുന്നോട്ട് പോകും. ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് മാത്രം മുന്നോട്ട്. ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടോ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കകത്തായിരിക്കും മാർക്കറ്റ് സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ മാർക്കറ്റ് മൂവ് ആക്കി. മൂവ് ആകട്ടെ, ഇപ്പൊ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഇപ്പോൾ ഔട്ടായി. ഓക്കെ, ഫോമോ കൺട്രോൾ ചെയ്യുക. ചെറിയ സ്റ്റെപ്സിൽ നിങ്ങളോട് പുതിയതായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ഹൈപ്പിൽ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളോട്, പുതിയതായിട്ട് വരുന്ന ട്രേഡിംഗ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഇത്രയും റിസ്കി ആയിട്ട് ഓക്കെ ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പോലെ ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും ടഫായിട്ടുള്ള പണി വേറെ ഒന്നുമില്ല. പക്ഷെ എത്ര ടഫായാലും അത്രയും ഈസി ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിന്റെ ടഫ് മനസ്സിലാക്കിയെടുക്കുക. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എടുത്ത ഒരാൾക്ക് മാത്രമേ, ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡർക്ക് മാത്രമേ ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതുവരെ. ബാക്കി കളർഫുൾ ആയിട്ടുള്ള വീഡിയോസ്, കോഴ്സസ് വിറ്റ് നിങ്ങളെ അവരുടെ PNL കാണിച്ച്, ഫേക്ക് PNL. ഓക്കെ, എനിക്കറിയാം ഈ ട്രേഡേഴ്സിന് അല്ല യൂട്യൂബേഴ്സിന് അവരെന്തിനാണ് ഇതേപോലെയുള്ള ഫേക്ക് PNLs കാണിച്ച് അവരൊരിക്കലും ലോസ് ആവുന്ന സ്ഥലത്ത് എന്തിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യണം, അവരുടെ മെയിൻ റവന്യൂ എന്താണ്, അല്ല അവരുടെ സൈക്കോളജി എന്താണ്, അവർ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ ഹൈപ്പ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് പുറകെ പോകാതെ ഇതേപോലെയുള്ള ചാനലുകൾ കണ്ടെത്തുക. മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ ഞാനും എന്റെ ചാനൽ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. ബിക്കോസ് ഇതിൽ കൂടുതലൊന്നും ഹൈബ്രായിട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊന്നും സെറ്റപ്പിൽ എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവോ അതുപോലെ സംസാരിക്കാനുള്ള കഴിവോ അല്ലെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവോ എനിക്കില്ല. ഓക്കെ, വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ആകുമായിരിക്കും, അല്ല വരുന്ന സമയങ്ങളാകുമായിരിക്കും. ഞാൻ എന്റെ ജോലിയുടെ ഇടയിൽ നിന്ന് അവധി കിട്ടുന്ന ദിവസങ്ങളിലേക്ക് മാത്രമാണ് ഇതേപോലുള്ള വീഡിയോസ് എനിക്ക് പ്രിപ്പയർ ചെയ്യാം. അവരൊക്കെ എത്തിച്ചെങ്കിൽ മാത്രമേ ഈ വീഡിയോകൾ ഒരല്പം ആളുകളിലേക്ക് വ്യൂസ് കൂട്ടിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലോജിക്കുകൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ എന്റെ വീഡിയോസ് കൊണ്ട് നാളെ ചാടിക്കയറി ട്രേഡിംഗ് ആരംഭിക്കാനായിട്ടല്ല ഞാൻ പറയുന്നത്. സൈക്കോളജി, മാർക്കറ്റിന്റെ സൈക്കോളജിയാണ്. ട്രാപ്പിംഗ്, എങ്ങനെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് നമ്മളെ ട്രാപ്പ് ചെയ്ത്, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസസ് അണ്ട് ചെയ്തുകൊണ്ട് എങ്ങനെ മൂവ് ആവും, അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ എന്റെ ചാനലിനകത്ത് പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എന്റെ ഈ കുഞ്ഞു ചാനൽ, ചെറിയ ചാനൽ, നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.